അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അന്തിയൂർക്കോണത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു നില വീട് നമുക്കിപ്പോൾ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 4 സെൻറ്റ് വസ്തുവാണ്. 4 സെൻറ്റ് വസ്തുവിൽ 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 1000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് വുഡും കാര്യങ്ങളെല്ലാം വരുന്നതിനാൽ പ്ലാവാണ്. അതേപോലെ ഫ്രണ്ട് ഫുള്ളും പ്ലാവാണ്, ബാക്കി ഫുള്ള് അൽക്കേഷ്യയും ആഞ്ഞിലുമാണ് നമുക്ക് ബാക്കി വരുന്നത്. അപ്പോൾ ഡോറുകളെല്ലാം നമുക്ക് പ്ലാവാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അന്തിയൂർക്കോണം മെയിൻ റോഡിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാർ പാർക്കിംഗ് നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ബൈക്ക് വയ്ക്കാനൊന്നും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ടിൽ നമുക്ക് ചെടിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെടി നടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിണറും വരുന്നുണ്ട്, അതേപോലെ തന്നെ വാട്ടർ കണക്ഷനും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടേജ് നല്ല സ്പേസ് ആണ് കേട്ടോ ഫ്രണ്ടേജ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന തടി വുഡ് മൊത്തം പ്ലാവാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ജനൽ പാളികളും ജനലെല്ലാം ഉപയോഗിക്കുന്ന ആഞ്ഞിലും അൽക്കേഷ്യയൊക്കെയാണ് നമുക്ക് സൈഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഡോർ മൊത്തം പ്ലാവാണ്. അപ്പോൾ ഇത് 1000 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ അകത്തോട്ടു. നമ്മുടെ സിറ്റ് ഔട്ടാണ് കേട്ടോ. നമുക്ക് ചെറിയ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഹാള് നല്ല സ്പേസ് ഉണ്ട്. ഹാളിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് TV സ്റ്റാൻഡുണ്ട്, അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് ജിക്സും ബോർഡൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കബോർഡ് വർക്കൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പിന്നെ ബെഡ്റൂമിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. നല്ല വലിയ മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല വലിയ സ്പേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കബോർഡ് നല്ല രീതിയിൽ തന്നെ ഹൈ ക്വാളിറ്റി കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീടൊന്ന് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ കബോർഡ്, നമ്മളെ റൂമിലെ കബോർഡും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നമുക്ക് ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. അതും എല്ലാം നല്ല കൂടിയ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നമുക്കെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ 3 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാം നല്ല ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ബെഡ്റൂം തന്നെ ആയിരുന്നാലും. അപ്പോൾ ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇത് നല്ല സൈസും നല്ല മാസ്റ്റർ ബെഡ്റൂം പോലത്തെ ബെസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നല്ല മാസ്റ്റർ ബെഡ്റൂം പോലത്തെ ബെഡ്റൂമാണ്. ഇതിൽ നമുക്ക് കബോർഡും വരുന്നുണ്ട്, നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. അതും നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ബെഡ്റൂം. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം കാണിച്ചിട്ടാണ് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. അതും നല്ല ആവശ്യമുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. എല്ലാ ബെഡ്റൂം പോലെ തന്നെയാണ്. നമുക്ക് കബോർഡ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പൺ കിച്ചണാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ കിച്ചണിലായിരുന്നാൽ തന്നെ നമുക്ക് ജിപ്സം ബോർഡും കാര്യങ്ങളും അതേപോലെ തന്നെ നല്ല അടിപൊളി നല്ല നീറ്റ് വർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മൊത്തം ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് ഏരിയ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അതും ഇത്തിരി നല്ല ആവശ്യത്തിനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ബാക്ക് സൈഡാണ് കേട്ടോ. നമുക്ക് ഇവിടെ ആണെങ്കിൽ വെളിയിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് വെളിയിലായിരുന്നാലും നമുക്ക് പുകയില അടുപ്പിനായിരുന്നാലും വിറവ് അടുപ്പിനായിരുന്നാലും വെക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ തന്നെ 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന വീടുകളെല്ലാം ഇപ്പോൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇറങ്ങി വന്ന അവിടുത്തെ വീടുകളെല്ലാം സെയിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് നമുക്ക് നനകല്ലും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അതിന് നമുക്ക് ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് ചവറ് കത്തിക്കാൻ വേണ്ടി, അഥവാ നമുക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ചവറ് കത്തിക്കാൻ വേണ്ടി അതിനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളിതിൽ അതേപോലെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നില്ല. വീട് കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡയറക്റ്റ് വന്ന് നോക്കി നമുക്ക് സംസാരിക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഓട്ടിച്ചാണ് നമ്മൾ വീഡിയോ കണ്ട് നമ്മളിത് ഓട്ടിച്ചാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ടെറസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. അപ്പോൾ നമുക്കിവിടെ 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന വീടുകളെല്ലാം സെയിലാണ്, ഈ വരുന്ന വീടുകളെല്ലാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടീംസാണ് എല്ലാം താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2-3 വീടുകൾ മാത്രമേ ഇനി സെയിലാവുള്ളൂ. അതെല്ലാം പണി നടക്കുകയാണ്. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇതാണ് ഈ വീടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മൂങ്ങോട് ജംഗ്ഷനിൽ നിന്ന് 750 മീറ്റർ മാറിയാണ്. അതേപോലെ 4 സെൻറ്റ് 950 സ്ക്വയർ ഫീറ്റ് വീടാണ്.